ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി. ഇനി 6 മാസം കൊണ്ട് SSLC+2 കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും UG, PG എന്നീ കോഴ്സുകൾ ചെയ്യാം. കേരളത്തിലെ ആദ്യത്തെ ഡിസ്റ്റൻസ് ലേണിംഗ് ആപ്പായ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിക്കൊപ്പം ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ 2025-26 അഡ്മിഷൻ പ്രോസസ്സ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ അപ്ലിക്കേഷൻ എടുക്കുന്നതിന്റെ ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് അവർ പറയുന്നത് സെപ്റ്റംബർ 10-ാം തീയതിയാണ് പറയുന്നത്. അതുവരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ സൈറ്റ് ആയിട്ടുള്ള www.sgou.ac.in എന്നുള്ള സൈറ്റ് ത്രൂ ആണ് നിങ്ങൾ അഡ്മിഷനും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ അഡ്മിഷന്റെ തുടക്ക സമയത്ത് ജൂലൈ ആദ്യ വാരം അഡ്മിഷൻ തുടങ്ങിയിരുന്നു. അപ്പോൾ തന്നെ നമ്മൾ കോഴ്സുകളെ കുറിച്ചും കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ അവർ പുതിയതായിട്ട് തുടങ്ങാൻ പോകുന്ന കോഴ്സായിട്ട് PG പ്രോഗ്രാമിൽ MBAയും അതുപോലെ തന്നെ MCA കോഴ്സും വരുന്നുണ്ട് എന്നുള്ളൊരു നോട്ടിഫിക്കേഷൻ നമ്മൾ യൂണിവേഴ്സിറ്റി ഓപ്പൺ ചെയ്തത് പ്രകാരം നമ്മളും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ കുട്ടികൾ ഇപ്പോൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നമുക്ക് കമന്റ് സെക്ഷനിലാണെങ്കിലും അല്ലാതെ നേരിട്ടൊക്കെ നമ്മളോട് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ആ ഒരു ഓപ്ഷൻ കാണാത്തത് എന്നുള്ളത്. ഇപ്പം നമ്മൾ സൈറ്റിൽ തന്നെ പ്രോഗ്രാംസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാംസ് ഇങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. FYUGP, അണ്ടർ ഗ്രാജുവേറ്റ്, പോസ്റ്റ് ഗ്രാജുവേറ്റ്, ഷോർട്ട് ടേം പ്രോഗ്രാംസ്. ഇതിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ നമുക്ക് ഏകദേശം 12ഓളം കോഴ്സാണ് കാണുന്നത്. മാസ്റ്റർ ഓഫ് അറബിക്, അതുപോലെ തന്നെ എക്കണോമിക്സ്, ഇംഗ്ലീഷ്, ഹിന്ദി, ഹിസ്റ്ററി, മലയാളം, ഫിലോസഫി, പൊളിറ്റിക്കൽ സയൻസ്, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, സാൻസ്ക്രിറ്റ്, സോഷ്യോളജി, കൊമേഴ്സ്. പക്ഷെ ഇതിൽ നിലവിൽ ഇപ്പം പ്രോഗ്രാം കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ പ്രോഗ്രാം ക്രൈറ്റീരിയ കൊടുത്തിട്ടുള്ളതിൽ അവർ MBAയുടെ പ്രോഗ്രാമും അതുപോലെ തന്നെ MCAയുടെ പ്രോഗ്രാമും അവർ ആഡ് ചെയ്തിട്ടില്ല. അപ്പം എന്തായാലും ഈ വർഷം സ്റ്റാർട്ട് ചെയ്യും, അല്ലെങ്കിൽ ഈ അക്കാഡമിക് ഇയർ മുതൽ സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളതാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും പ്രോഗ്രാം കാറ്റഗറിയിൽ അതിനെക്കുറിച്ച് യാതൊരു ഇൻഫർമേഷനോ കാര്യങ്ങളോ കൊടുത്തിട്ടില്ല. അഡ്മിഷന്റെ അവിടെയും അതിന്റെ അഡ്മിഷൻ പ്രത്യേകമായി എടുക്കുന്നത് കാണുന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പം ഈ പ്രാവശ്യം അത് അപ്രൂവ്ഡ് ആയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും സാങ്കേതിക തടസ്സങ്ങൾ കാരണം ആ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ യൂണിവേഴ്സിറ്റിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിട്ടിട്ടുണ്ടാകും. സോ കുറേ സ്റ്റുഡൻസ് നമ്മളോട് ചോദിച്ചിരുന്നു MBAയുടെ ക്ലാസ് തുടങ്ങുന്നുണ്ടോ, MBAയുടെ അഡ്മിഷൻ ഇപ്രാവശ്യം നടക്കുമോ SGOയിൽ എന്ന് പറയുന്നു. പക്ഷെ ഇപ്പൊ നിലവിൽ അങ്ങനത്തെ ഒരു സാഹചര്യം ഇതിൽ കാണുന്നില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും ഇതുപോലുള്ള വീഡിയോസിലൂടെ. സോ അങ്ങനെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഡിക്ലറേഷൻ പുതിയ കോഴ്സിന്റെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിയിക്കുന്നതായിരിക്കും. കഴിഞ്ഞ ആഴ്ചയൊക്കെ ഇതിൽ ആക്ച്വലി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇതിൽ ഇങ്ങനെ ഈ സ്ക്രീൻ റോൾ ചെയ്യുന്നവിടെ ഇതുപോലെ കണ്ടിരുന്നു MBA MCA പ്രോഗ്രാം തുടങ്ങുന്നു എന്ന് പറഞ്ഞിട്ടും അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെയൊക്കെ അതിനെക്കുറിച്ച് വിശദമായി പറഞ്ഞതുമാണ്. പക്ഷെ എന്തായാലും ഇപ്പൊ അത് നിലവിൽ കാണുന്നില്ല. ആ 2 പ്രോഗ്രാമുകളും ഓപ്പൺ ചെയ്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. സോ വരും ദിവസങ്ങളിൽ എന്തെങ്കിലും ഇൻഫർമേഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ അറിയിക്കുന്നതായിരിക്കും. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു സോ മച്ച്.